ചാലിശ്ശേരി എട്ടുനോമ്പ് പെരുന്നാൾ പ്രാർത്ഥന നിറവിൽ ദേവമാതാവിന്റെ സൂനോറ വണക്കം ശനിയാഴ്ച നടക്കും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പാചരണത്തിന്റെ ഏറ്റവും പുണ്യാനുഭവമായ എട്ടുനോമ്പ് റാസയ്ക്കും തുടർന്നുള്ള ദേവമാതാവിന്റെ വിശുദ്ധ സൂനോറോ അരപ്പട്ടയുടെ അംശം അടക്കത്തിനായും നാടൊരുങ്ങി. പുരാതനമായ ഈ ദേവാലയം AD 1865 അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായിരുന്ന പരിശുദ്ധ യുയാക്കിം മോർ കൂറിലോസ് ബാവയാണ് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ നാമധേയത്തിൽ പള്ളി സ്ഥാപിച്ചത്. മാതാവിന്റെ നാമത്തിലല്ലാതെ എട്ടുനോമ്പാചരണം നടക്കുന്ന കേരളത്തിലെ ആദ്യ ദേവാലയം എന്ന അപൂർവതയും ചാലിശ്ശേരി പള്ളിക്ക് സ്വന്തമാണ്. 1982 മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്ന മോർ ഇഗ്നാത്തിയോസ് സക്ക പ്രഥമൻ പാത്രിക്കീസ് ബാവയുടെ ആദ്യ ശ്രൈഹ്യ സന്ദർശനത്തിൽ ചാലിശ്ശേരി പള്ളിയിലെത്തിയിരുന്നു. ആ വർഷം മുതലാണ് വ്രതശുദ്ധിയോടെ ഇടവക 8 ദിവസം നോമ്പെടുത്ത് എട്ടുനോമ്പ് പെരുന്നാൾ ആചരണത്തിന് ആരംഭം കുറിച്ചത്. 8 ദിവസങ്ങൾ വിശ്വാസികൾ പ്രാർത്ഥനയിൽ മുഴുകുകയും പരസ്പരം സ്നേഹവും ആത്മസംതൃപ്തി പങ്കുവയ്ക്കുകയും ചെയ്യും. കോട്ടയം മണർക്കാട് പള്ളിയിൽ എട്ടുനോമ്പ് പെരുന്നാൾ കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധവും 42 വർഷം പിന്നിടുന്ന എട്ടുനോമ്പ് ആചരണം നടക്കുന്നത് ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിലാണ്. സുറിയാനി സഭയുടെ അമൂല്യനിധിയായ ദേവമാതാവിന്റെ വിശുദ്ധ സൂനോറോ 1987 കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് പൗലോസ് ഇദിയം ബാവ പള്ളിയിൽ സ്ഥാപിച്ചതോടെയാണ് എട്ടുനോമ്പ് പെരുന്നാൾ നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രമായി മാറിയത്. തൃശൂർ ഭദ്രാസനത്തിൽ ആദ്യത്തെ എട്ടുനോമ്പ് പെരുന്നാളും ആദ്യമായി വിശുദ്ധ സൂനോറ സ്ഥാപിച്ചതും ഇവിടെയാണ്. എട്ടുനോമ്പ് പെരുന്നാൾ ദിവസങ്ങളിൽ സൂനോറയ്ക്ക് മുന്നിൽ പ്രാർത്ഥനയ്ക്കായും മധ്യസ്ഥ യാചിക്കാനുമായി പള്ളിയിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. ജാതിമത വേർതിരിവുകളില്ലാതെ വർഷത്തിലൊരിക്കൽ എട്ടുനോമ്പ് പെരുന്നാൾ റാസയിൽ പങ്കെടുത്ത് സൂനോറ വണങ്ങുക എന്നത് വഴിപാടായി വിശ്വാസികൾ കരുതുകയാണ്. 7-ാം തീയതി രാത്രി വിവിധ ജില്ലകളിൽ നിന്ന് എട്ടുനോമ്പ് റാസയിൽ പങ്കെടുക്കുവാനും വിശുദ്ധ സൂനോറ വണങ്ങി മാതാവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക എന്നത് ഇവിടുത്തെ ഏറെ സവിശേഷതയും സാമൂഹ്യ പങ്കാളിത്തത്തിന്റെ നേർസാക്ഷ്യം കൂടിയാണ്. അഞ്ചാം തീയതി രാത്രിയിൽ പള്ളിയിൽ മുട്ടുകുത്തൽ വഴിപാടിലും പങ്കെടുക്കുന്ന അനേകർക്ക് അനുഗ്രഹം ലഭിച്ചതായാണ് അനുഭവ സാക്ഷ്യം. ഇക്കാലങ്ങളിൽ എട്ടുനോമ്പ് പെരുന്നാളിന്റെ ആഴവും വിശ്വാസികളുടെ ആധ്യാത്മികയും വർഷങ്ങളായി കൂടി വരികയാണ്. ഏഴാം തീയതി ശനിയാഴ്ച സന്ധ്യ നമസ്കാരത്തിന് കോഴിക്കോട് ഭദ്രാസനാധിപൻ പൗലോസ് മോർ ഐറേനിയസ് മെത്രോപൊലിത്ത കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പൊൻവെള്ളി കുരിശുകളേന്തി ദേവമാതാവിനുള്ള പ്രാർത്ഥനാ മന്ത്രണങ്ങൾ ഉരുവിട്ട് വിശ്വാസികൾ പ്രസിദ്ധമായ എട്ടുനോമ്പ് റാസയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം വർഷത്തിലൊരിക്കൽ മാത്രം പേടകത്തിന് പുറത്തിറക്കുന്ന വിശുദ്ധ സൂനോറ വണക്കവും അത്താഴ സദ്യയും നടക്കും. 8-ാം തീയതി ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന, പെരുന്നാൾ സന്ദേശം, പ്രദക്ഷിണം, നരസദ്യയോടെ പെരുന്നാൾ കൊടിയിറങ്ങും. തന്നോട് യാചിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ അമ്മയായ വിശുദ്ധ കന്യക മറിയാമിനെ അതിർശക്തിയുടെ കീഴിൽ അഭയം പ്രാപിക്കുകയാണ് എല്ലാ വിശ്വാസികളും.